ഇനിയിപ്പം വിശുദ്ധരെക്കാളും കൂടുതലേ ഈശോയുടെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ് ഇനി. അതായത് ഇത്രയും കാലം വിശുദ്ധരൊക്കെ ഉണ്ടായെങ്കിൽ ദൈവത്തിന്റെ സത്തയിൽ നിന്നുള്ള സത്തയാണല്ലോ ഈശോ. അതുപോലെ തന്നെ ദൈവത്തിന്റെ സബ്സ്റ്റൻസിൽ നിന്നുള്ള സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും വചനം മുഴുവൻ ജീവിച്ചു കഴിഞ്ഞാലേ. അതാ ദൈവത്തിന്റെ ആഗ്രഹവും കൊതിയും. വചനം മുഴുവൻ എടുത്തു നോക്കിയാൽ അങ്ങനെയാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിതാവിന്റെ പരിപൂർണതയിലേക്ക് നമ്മളെ വെറുതെ അശിപ്പിക്കുകയല്ലോ ഇത്. പിതാവിന്റെ പരിപൂർണതയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്, പിതാവിന്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്. അത്രയും സാധ്യത നമുക്ക് കടക്കുക. അത്രയും വലിയൊരു മുകളിലോട്ട് ഹൊറൈസണിലേക്ക് നോക്കിയിട്ട് വേണം നമ്മളെ ആധ്യാത്മികതയുടെ നമ്മൾ അത്രയും സ്വപ്നം കണ്ടു വേണം നമുക്ക് മുന്നേടെ. അത് ചുമ്മാ ആശിപ്പിച്ചു പറ്റില്ല. വചനം അത്ര സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി ഫ്രാൻസിസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നത് അതാണല്ലോ. സിസി പുണ്യാളന് ഫ്രാൻസിസ് അവിടെ മാർപ്പാപ്പയുടെ അടുത്ത് കർദിനാൾ സംഘത്തിന്റെ അടുത്ത് നിന്നപ്പം അവിടെ ഒരു കർദിനാൾ ഒഴിച്ച് ബാക്കി എല്ലാ കർദിനാളന്മാരും മാർപ്പാപ്പ ഒന്നും പറയുന്നില്ല, ഈ വചനം നമുക്ക് ജീവിക്കാൻ പറ്റിയല്ലെന്നുള്ള രീതിയിൽ അവരെല്ലാം അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അന്നേരമാണ് ഒരു കർദിനാൾ എഴുന്നേറ്റ് പറയുന്നത്, ഈ വചനം ജീവിക്കാനല്ലേ ഈശോ നമുക്ക് എന്നാത്തിനാ തന്നേ. ആ ഒരൊറ്റ പോയിന്റിലാണ് മാർപ്പാപ്പ അന്നേരം മാർപ്പാപ്പയ്ക്ക് അന്നേരം ശരിയാണല്ലോ എന്ന് ഓർത്ത് മാർപ്പാപ്പ അന്നേരം അനുവാദം കൊടുക്കുക. അപ്പൊ നമ്മൾ ഓർത്തോണം അത്രേ. ഇപ്പൊ ഞാൻ പണ്ട് തൊട്ടേ ഇപ്പൊ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങാനല്ലേ, ചിത്രകഥ തൊട്ടേ. ഇപ്പോൾ എത്ര വർഷമായിട്ടിരിക്കും, ഇപ്പം 10-22 വർഷമായിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് ഇങ്ങനെ എഴുതുക സുവിശേഷത്തിന്റെ അടുത്ത്. സുവിശേഷത്തിൽ നിന്ന് ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെ നമ്മൾ ഓർക്കലും ഒരു ധ്യാനത്തിൽ കിട്ടാനുള്ളതാണ്. ഇതേറെ കാര്യങ്ങളെ ഈശോയുടെ ജീവിതത്തിൽ പിന്നെ കിടക്കുന്നതെന്നറിയോ. അതെല്ലാം കൂടെ ഈ 10 വർഷങ്ങളിൽ നിങ്ങളെല്ലാം കൂടെ ഉത്സാഹിച്ചെങ്കിൽ എടുക്കുന്നിട്ടേ അത്ര നമുക്ക് അന്നേരം ജീവൻ കിട്ടാൻ തുടങ്ങുമേ. ഭയങ്കരമായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു സുവിശേഷത്താണല്ലോ പ്രതികരിക്കേണ്ടതെന്ന് നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. നമ്മൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ എന്നേലും ഒരു കുഞ്ഞു ബൊമ്മയോ അല്ലെ ഇത് കാണത്തുള്ളേ. ഓരോന്നും നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഓരോന്നും പ്രചോദിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഈശോ മരുഭൂമി പറഞ്ഞത് എന്നതാ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അത് പിശാചിനോട് പറഞ്ഞതല്ല കേട്ടോ, നമ്മളത് പിശാചിനോടാ പറഞ്ഞത് കൊണ്ട്. പിശാചിനോട് അന്നേരം പറഞ്ഞത്, പിശാചി അതൊക്കെയാലും എടുക്കാൻ പോകുന്നില്ല, ഒരു വചനം പരീക്ഷിക്കാൻ എടുക്കത്തേ ഉള്ളൂ. പക്ഷെ അത് നമ്മളോട് പറഞ്ഞതാ. ഏതാനും വചനം കൊണ്ടൊന്നും അല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വരുന്ന, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും അല്ല പറഞ്ഞിരിക്കുന്നത്.